ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി റെഡിയാക്കാം. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങ ഇട്ട് വെച്ച ഒരു കിട്ടലൻ സാധനം റെഡിയാക്കിയാലോ. എന്നവാ, അതിനായി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു പകുതി സവോള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ല എരിയുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിട്ട് കൊടുക്കുക. ഒരു പകുതി തക്കാളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വഴറ്റണം. ഓക്കെ, നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് പോയതിന് ശേഷം മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. ഒരു പച്ചമാങ്ങ കട്ട് ചെയ്താണ് കേട്ടോ അതിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതൊന്ന് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാം കൂടി ഇനി ഒന്ന് മിക്സാക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണേ. ഇനി അത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം എല്ലാ ഫിഷും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. കറിയൊക്കെ തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. നമ്മൾ നേരത്തെ ഇട്ട ഒരു പച്ചമാങ്ങ ഉണ്ടല്ലോ, അതിന് തീരെ പുളിയില്ല. അതുകൊണ്ട് ഞാനൊരു 3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, പതുക്കെ ഒന്ന് മിക്സ് ആക്കുക. ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഉള്ളി കാച്ചി ഒഴിക്കാം. അതിനായി വെളിച്ചെണ്ണ ചൂടാക്കി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായി ചൂടാക്കി കാച്ചി ഒഴിക്കുക. കിട്ടില്ല മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.